crossed. ഞാനിപ്പോൾ ഇറ്റലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറ്റലിയിലേക്ക് പോണ വഴിയിലുള്ള ഒരു ടണലാണ്. ഒരു ടണലല്ല കേട്ടോ, ഈ ഏരിയയിൽ മൊത്തം ടണലാണ്. അപ്പോൾ ഈ ടണലിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാര്യം എന്താ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി വരുന്നുണ്ട്. കാരണം നമ്മൾ അപ്പുറത്തെ സൈഡിൽ പണി നടക്കണ്ടേ. ആ പണി നടക്കുന്നതുകൊണ്ടാണ് ഈ സൈഡിൽ കൂടെ രണ്ട് വണ്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും വിടുന്നത്. ഇവിടെ നല്ല മഴക്കാരുണ്ട്. മഴ പെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ആകെ 4 സൈഡും മലയാണ്. ഈ മല തുരന്ന് ഇവിടുത്തെ റോഡുകൾ, ഹൈവേകൾ പോകുന്നത്. അതുകൊണ്ടാണ് ഇറ്റലിയിലേക്ക് പോകുമ്പോൾ ഒരുപാട് നമുക്ക് ടണലുകൾ കയറി ഇറങ്ങേണ്ടി വരും. ഇവിടെ ഇപ്പോൾ കണ്ട ഇവിടം വരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല റോഡായി. ഇത്രയും നേരം പണി നടക്കണ കാരണം അവിടെ അടച്ചു വെച്ചിരിക്കുന്നു. മഴ ചെറുതായിട്ട് പെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പം അതുകൊണ്ട് ആകാശമൊക്കെ ആകത്തായിട്ട് നിൽക്കണം. കണ്ട മൊത്തം മലയാണ്, എങ്ങടെ നോക്കിയാലും മല. പിന്നെ താഴേക്ക് ഇപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടുണ്ട്. താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അരുവികളൊക്കെ ഒഴുകുന്നുണ്ട്. പക്ഷെ നമ്മൾ വണ്ടി ഓടിക്കുന്നവരെ നമുക്കത് പറ്റില്ലല്ലോ. അപ്പോൾ ഇതല്ല വീണ്ടും ടണൽ വരുന്നുണ്ട്. ഇതുപോലെ ടണൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പിന്നെ സൗദിയിലൊക്കെ ഉള്ളപ്പോൾ നമ്മൾ അബഹയിൽ ഉള്ള ചെറിയ ചെറിയ ടണലുകളുണ്ട്. അതൊക്കെ പെട്ടെന്ന് തീരുന്നതാണ്. പക്ഷെ ഈ ടണൽ മൊത്തം ഓടിത്തീരണമെങ്കിൽ ചിലപ്പോൾ ഭയങ്കര ഇത്രയും വലിയ ഈ മലയാണ് തുരന്ന് എത്ര കിലോമീറ്റർ ആയിരിക്കും. ഇത് തുരന്നിട്ടാണ് ഈ റോഡ് പോണത്. മൊത്തം തുരന്ന് വെച്ചിരിക്കുക. കണ്ടോ? ഈ തുറന്നതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഇത്രയും വലിയ വാഹനങ്ങളും. അപ്പോൾ ഇതിൻ്റെ ഉറപ്പ് എന്തോരം ഉണ്ടാവും നോക്കിയേ. ഇനി അപ്പുറത്ത് ചെന്നിട്ട് കാണിക്കട്ടെ. ഈ തുരങ്കം ഇത്ര കാണിക്കണുള്ളൂ ഞാൻ. ഓക്കെ, ഇപ്പം നമ്മൾ ആ കയറിയിട്ടാണല്ലോ അവസാനിച്ചു. ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിലാവുമ്പോൾ ഭയങ്കര ആരംഭിച്ച് വരും. അതുകൊണ്ടാണ് അതെടുക്കാൻ ഞാൻ. ഇവിടെ മഴ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഭയങ്കര ഒരു സൗണ്ട് കേൾക്കണമെന്ന് നമ്മൾ ലൈൻ ചേഞ്ച് ആകുമ്പോൾ വണ്ടി കിടന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് ആവും ചിലപ്പോൾ. ഇവിടെ ഇറ്റലിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഭയങ്കര ചൂടാണ്. ഇപ്പം ഇന്ന് മഴ പെയ്യുന്നുണ്ട്. മൊത്തം മഴയാണ്, എല്ലായിടത്തും മഴയാണ്. അടുത്ത മല തുറന്ന് വെച്ചിട്ടുണ്ടാവും ഇപ്പോൾ ചെല്ലുമ്പോൾ. ഇനി ആ തുരങ്കത്തിക്കൂടി അപ്പുറത്ത് കിടക്കണം. രാവിലെ മുതൽ തുരങ്കത്തിക്കൂടി തന്നെയാണ് യാത്ര. എന്തായാലും നല്ല രസമുള്ള സ്ഥലമാണ് അവിടെ. നമുക്ക് എന്തോരം കണ്ടു കഴിഞ്ഞാലും ഉണ്ടാകും എന്ത് ഭംഗിയെന്ന് അറിയാം. മല ഇവർ ഈ ചെടികളൊന്നും വെട്ടിക്കളയില്ല. നമ്മുടെ നാട്ടിലത്തെ മറ്റുള്ള രാജ്യത്തെ പോലെ ഇവരൊന്നും വെട്ടിക്കളയില്ലെന്നോ. വെട്ടിക്കളയാത്തതുകൊണ്ടാണ് ഇങ്ങനെ നല്ല പച്ചപ്പോട് കൂടിയിട്ട് എപ്പോഴും നിൽക്കുന്നത്. കണ്ടോ? അടുത്ത
അടുത്ത തുരങ്കം വന്ന്. ഇനി ഈ തുരങ്കം എത്ര ദൂരം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഈ തുരങ്കം കൂടി കഴിഞ്ഞിട്ടുള്ളത് കാണാം. ഇപ്പൊ ഇതാ അടുത്ത തുരങ്കം അവസാനിച്ചു. ഇങ്ങനെ തുരങ്കങ്ങളിൽ കൂടിയുള്ള യാത്രയാണ്. ശരിക്കും ഇവിടുത്തെ അരുവികൾ ഒഴുകുന്നത് ഏകദേശം ഒരു നീല കളർ വെള്ളം. എന്ത് രസം അറിയാം കാണാൻ. പക്ഷെ ഇവിടെ വണ്ടി നിർത്താൻ സ്ഥലമില്ല, അല്ലെങ്കിൽ ഞാനൊന്ന് ഇറങ്ങി കുളിച്ചേനെ. അത്രയ്ക്ക് നല്ല വെള്ളമാണ് താഴെ കൂടെ ഒഴുകുന്നത്. നല്ല പാറക്കെട്ടും. ഈ ആൾക്കാർക്ക് ഇവിടെ ഒതുക്കിയിട്ടിട്ട് കുളിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. നല്ല രസമല്ലേ ഇങ്ങനെയുള്ള വെള്ളത്തിൽ കുളിക്കാൻ. ഒഴുകി വരുന്ന വെള്ളമായതുകൊണ്ട് നന്നായി കുളിക്കാം. പക്ഷെ ആ പാർക്കിങ്ങിലൊക്കെ നമുക്ക് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ നിർത്താൻ പറ്റുള്ളൂ. അതേപോലെ നിർത്തി കഴിഞ്ഞാൽ ചില പോലീസ് വന്ന ഫൈൻ അടിക്കും. വലിയ പാർക്കിംഗ് ഒന്നും ഈ ഭാഗത്തില്ല എന്തായാലും. വണ്ടിക്കാർ പുറകെ വന്ന് ബഹളം വെച്ചത് അവരൊക്കെ ഓവർടേക്ക് ചെയ്ത് പോകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് സ്പീഡ് കുറച്ച് പോണായിരുന്നേ. കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ട്. ഞാനെപ്പോഴും ഒരു 80-ൽ കൂടുതൽ ഞാൻ പോകില്ല. കാര്യം എന്താ വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ചവിട്ടിയാൽ നിൽക്കില്ല. ഒന്നാമത്തെ വണ്ടി ഡഫാണ്. ഡഫിന് പൊതുവെ ഒരു ബ്രേക്ക് കുറച്ച് കുറവാണ്. അതുകൊണ്ട് പരമാവധി സ്പീഡ് കുറച്ച് യാത്ര ചെയ്യുള്ളൂ ഞാൻ. ഇനി എനിക്ക് 53 മിനിറ്റും കൂടി ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ബ്രേക്കായി. എന്താ ഭംഗി താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ വീടുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ പോലെയുള്ള വീടുകളാട്ടോ. റോഡ് സൈഡിലുള്ള വീടുകൾ കടയൊക്കെ ഉണ്ടെന്ന്. കടയൊന്നുമില്ല, വീടുകളൊക്കെ തമിഴ്നാടൊക്കെ പോലെ കാണുന്നുണ്ട് ഏകദേശം. ആ എന്ത് ഒഴുക്കുന്നറിയോ താഴേക്ക് വെള്ളം ഒഴുകി പോവുക. പക്ഷെ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല. വെള്ളം കാണാനായിട്ട് ഇറങ്ങി പോകാൻ പറ്റില്ല താഴേക്ക്. ഭയങ്കര ഇറക്കമാണ്. പക്ഷെ ഇപ്പം മഴ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിർത്തായിരുന്നു. മഴയത്ത് നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോ താഴേക്ക് ഇറങ്ങിയ ചിലപ്പോൾ പണി കിട്ടും. അതുകൊണ്ട് നിർത്തുന്നില്ല. ഇനി ഏതെങ്കിലും പെട്രോൾ പമ്പിൽ നിർത്തും. ഇപ്പം അടുത്ത ടണൽ വന്നു, അവിടെയും ഞാൻ ഓഫ് ചെയ്യാണ്. ഇപ്പൊ കുറച്ച് വെയിൽ വന്നു കേട്ടോ. ഇവിടുന്ന് കുറച്ച് വെയിൽ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര ട്രാഫിക്കായി. വണ്ടികൾ കൂടി, ചെറിയ വണ്ടിയും വലിയ വണ്ടിയും അങ്ങനെ ഒരുപാട് വണ്ടികളായി. വണ്ടിയൊക്കെ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ പാട്. അതൊക്കെ എവിടെയെങ്കിലും ഒതുക്കിയിട്ട് കഴിഞ്ഞാലേ നല്ല പച്ചപ്പായിട്ട് കിടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ പോവുക. നല്ല ഭംഗിയുള്ള സ്ഥലം. ഇപ്പൊ യൂറോപ്പിലേക്ക് വരാൻ നിൽക്കുന്ന ആൾക്കാർ ഉണ്ടല്ലോ, മറ്റേ ഡ്രൈവറായിട്ട് വരാൻ നിൽക്കുന്നവർക്കൊക്കെ നല്ലൊരു അവസരം ഉണ്ടാവും. ഡ്രൈവർമാർക്കാണ് ഇപ്പോൾ ഏറ്റവും നല്ല അവസരങ്ങളുള്ളത് യൂറോപ്പിൽ. ഇവിടെ വരിക, ഇതൊക്കെ കാണുക,
ആസ്വദിക്കാം. ഇതൊന്നും നമുക്ക് കാശ് കൊടുത്ത് വന്ന് കാണാൻ കഴിയാത്ത സ്ഥലങ്ങളാണ്. കാശ് കൊടുത്ത് വന്ന് കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാശ് വേണം ഇവിടേക്ക് വന്നത് കാണണമെങ്കിൽ. ഇത്ര മനോഹരമായ സ്ഥലം. ഏതോ ഒരു റോഡ് ക്ലോസ് ചെയ്യുന്നുണ്ട് രാത്രി. അതിൻ്റെ നേരത്തെ അവർ എഴുതി കാണിക്കുന്നതാണ് ഇപ്പം കണ്ടത്. പോയിട്ടും ആൾക്കാർക്ക് ബാക്കിൽ നിന്ന് ഓവർടേക്ക് ചെയ്ത് കയറി പോകും. എല്ലാവർക്കും തിരക്കാണ്. ഈ തിരക്ക് കൂടി 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 ഉള്ള കാശൊക്കെ ഇവിടെയുള്ള ഗവൺമെന്റിന് കൊടുക്കേണ്ടി വരും. തിരക്ക് കൂട്ടിയാൽ ഈ വണ്ടിക്കാരൻ കണ്ടില്ലേ പുറകിൽ എത്ര നേരമായി പുറകിൽ നിന്ന് ലൈറ്റ് അടിക്കൽ ബഹളം. ഞാൻ കയറി പോകാൻ പറഞ്ഞു. അപ്പം കയറിപ്പോയി. പാകിസ്ഥാനികളെ പോലെയാണ് ബാക്കിൽ ബഹളം ഉണ്ടാക്കാൻ മിടുക്കന്മാരാ. നമ്മളീ പറഞ്ഞതിന് പേടിച്ചിട്ട് പോണ്. ഈ ഒരു വലിയ മല കാണുന്നില്ലേ? ഈ മല മൊത്തം തുറന്ന് അപ്പുറം കിടക്കാനുള്ള അടുത്ത ടണല്. ഇപ്പൊ നമ്മൾ ഈ 12 മിനിറ്റിൽ എത്ര ടണല് കണ്ടില്ലേ? ടണലുകളോട് ടണലുകളാണ്. എവിടെ നോക്കിയാലും ടണല്. ഈ 2 മലേനെ തുറന്നു പോകുന്ന അടുത്തൊരു ടണലാണിത്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ഇനി വയനാട് വരാൻ പോണത് സെയിം ആയിരിക്കും. അങ്ങനെ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇനി അടുത്ത അപ്പുറത്ത് നിന്നിട്ട് അതിന്റെ ബാലൻസ് കാണാട്ടാ. ആ ടണൽ ഇറങ്ങി അത് കഴിഞ്ഞിട്ട് വീണ്ടും അതാ ഇതുപോലുള്ള സ്ഥലങ്ങൾ വീണ്ടും വന്നു. നമ്മളിതൊക്കെ ആദ്യം കണ്ടിട്ടുള്ള സന്തോഷ് കുളങ്ങര ഉണ്ടായിരുന്ന ആ വ്ളോഗ് സമയത്തല്ലേ ഇതെല്ലാം. ആ പുള്ളി ഈ വഴിയൊക്കെ വന്നിട്ടുണ്ടാവില്ലേ? അടിപൊളി സ്ഥലങ്ങൾ. ഇവിടുന്ന് മഴ പെയ്ത കാരണം ആകെ വെള്ളം ചെളിക്ക്. ടാറ്റാ വണ്ടികൾ. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഞാൻ ഇതിനകത്ത് വേറെ കലർപ്പൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കുറേ എഡിറ്റിങ് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. നമുക്ക് അതിനുള്ള നേരമില്ല. അപ്പോൾ ഈ വക കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നവർ ഒരു കാര്യം കൂടി ചെയ്യാം. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നല്ല നല്ല വീഡിയോകൾ നല്ല നല്ല രാജ്യങ്ങളിൽ, ഇനിയിപ്പോൾ സ്വിറ്റ്സർലാൻഡൊക്കെ പോകുമ്പോൾ ഇതിലും നല്ല വ്യൂ ആയിരിക്കും. അപ്പോൾ അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാൻ നമ്മളിടുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊരു ട്രാവൽ പരിപാടിയാണ്, ട്രാവൽ വ്ളോഗാണ്. വേറൊന്നും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. നമ്മൾക്ക് കുറച്ച് പരിചയക്കുറവൊക്കെ ഉണ്ട്, അതും നിങ്ങളെ സഹിച്ചോളാം. അപ്പോൾ ഇനി ഞാൻ ഒരു പാർക്കിംഗ് നോക്കുക. അപ്പോൾ പാർക്കിംഗും കൂടി നിങ്ങളെ കാണിച്ചു തന്നിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യും. ഓക്കെ.